Welcome back, students. Welcome to our IT class. After we've been discussing more about the e-reservation, electronically accepted payments, and how we can do things without going to, you know, a bank, how we can transfer money from one place to another. So this information technology in facilities and all those stuffs increasing or making things possible each and every day with ease. So we don't have to keep in a queue, wait in a while for a queue or for to get into some position where you wanted to send some money or something like that. Everything is easy today. So we were discussing all about that, and apart from these things, we're gonna talk about something interesting and yet which is so much important for you to be understood. So I want your eyes to be open, your ears to be sharp at this time, and we're going to talk about social networking site. As we all know, the Facebook is an example for social networking site. And how many of you've got Facebook profile? So it's not a sin to have a profile in Facebook, but what you do with that profile is something which you have to really know or really careful about. So we're gonna talk about social networking sites. Social networking. So what is social networking? Social networking is a grouping of individuals into specific groups, like small rural communities or a neighboring subdivision, if you will. Although social networking is possible in person, especially in universities, high schools, or in the workplace, it is more popular online. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പാർട്ട് ഫ്രം ദിസ് വെബ്സൈറ്റ്സ് we've got in internet, social networking sites are something other than that, because സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റും അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വെബ്സൈറ്റിൽ ദേ വിൽ ബി യൂഷ്വലി പ്രൊവൈഡിങ് സം ഇൻഫർമേഷൻ അബൌട്ട് സംതിങ് വിച്ച് ഈസ് ഇറ്റ് കണക്റ്റഡ് ടു, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് എന്തിനെ പറ്റിയാണ് അതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടാവുക, വെബ്സൈറ്റിലുണ്ടാവുക. അപ്പോൾ വി നോ ദാറ്റ് ആൻഡ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. അപ്പോൾ അതിന് വേണ്ട ഒരു ഒരു എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്ന ഡേറ്റാബേസ് എന്ന് പറയുന്നതും വളരെ ചെറുതായിരിക്കും. പക്ഷേ വേറാസ് ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോടാനുകോടി ആളുകളാണ്. For example, we can say Facebook. Facebook is an example for social networking site. അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് ആക്സസ് ചെയ്യുന്ന അതിലൊരു പ്രൊഫൈലുള്ള ആളുകൾ എവിടെയൊക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ആളുകൾക്ക് കാണും. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഫേസ്ബുക്ക് ബാൻഡാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണില്ല, ലൈക്ക് ചൈന. ഐ തിങ്ക് ഇൻ ചൈന വാട്സാപ്പാണോ ഫേസ്ബുക്കാണോ എന്തോന്ന് ബാൻഡാണ്, അതോ രണ്ടും ബാൻഡാണോ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അത് വഴി ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം കൂടുതലാണ്, അല്ലേ? അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എപ്പോഴാണ്? ഇൻ വെബ്സൈറ്റ് വി ക്യാൻ സീ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് വെബ്സൈറ്റ്, വാട്ട് ദേ പ്രൊവൈഡ്, വാട്ട് കൈൻഡ് ഓഫ് സർവീസ് ദേ പ്രൊവൈഡ്, ഇഫ് ദേ പ്രൊവൈഡ് സം സർവീസ്. ഇപ്പോൾ അവരെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതിനെപ്പറ്റി മാത്രമുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വെറാസ് ഇൻ ദ കേസ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് വി ക്യാൻ ക്രിയേറ്റ് എ പ്രൊഫൈൽ വിതൗട്ട് ഗിവിങ് സിംഗിൾ പെന്നി. നമ്മളൊരു പൈസ പോലും കൊടുക്കാതെ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ കണക്ട് വിത്ത് അവർ ഫ്രണ്ട്സ്, വി ക്യാൻ ഫൈൻഡ് ന്യൂ പീപ്പിൾ, വി ക്യാൻ അപ്ലോഡ് ഫോട്ടോസ്, ഇമേജസ്, വീഡിയോസ് എക്സെട്ര. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂസിനെ നമുക്ക് പബ്ലിക്കിൽ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ്, നമുക്ക് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കാനും, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് നമുക്കുള്ള അഭിപ്രായം രേഖപ്പെടുത്താനും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇറ്റ് പ്രൊവൈഡ്സ്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ വെബ്സൈറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് അതർ വെബ്സൈറ്റിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് think about Facebook.
ഫേസ്ബുക്കും പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു വെബ്സൈറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിനെ പറ്റി എടുക്കാം. സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ എന്താണ് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്, സ്കൂൾ എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പോലെ അത്രയുമുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവുക. പക്ഷേ ഫേസ്ബുക്കിലാണെങ്കിലോ എത്ര പേരുണ്ട് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റാ ബേസും വലുതാണ്. അപ്പോൾ ദീസ് ആർ ഓൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ആൻഡ് പിന്നെ നമുക്ക് കാണാവുന്നത് വേരിയസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്. വേറെ എന്തൊക്കെയാണ്? സോഷ്യൽ മീഡിയാസ് ആർ ഇൻ മെനി ഫോംസ് ഇൻക്ലൂഡിംഗ് ബ്ലോഗ്സ് ആൻഡ് മൈക്രോ ബ്ലോഗ്സ്, ഫോറംസ് ആൻഡ് മെസ്സേജിംഗ് ബോർഡ്സ്, social networks, wikis, chat rooms, etc. Some popular social networking sites are Facebook, LinkedIn, MySpace, Twitter, YouTube, Flickr, WordPress, Blogger, Typepad, LiveJournal, Wikipedia, Webpaint, Wikidot, Second Life. അങ്ങനെ ഒത്തിരി പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒത്തിരി ആളുകൾ യൂസ് ചെയ്യുന്നതും ഇപ്പോൾ എന്താണ് സ്മാർട്ട് ഫോണിൻ്റെ യൂസ് കൂടിയത് കൊണ്ടും നമ്മളെല്ലാവരും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലുള്ളവർ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളിൽ പലരും കാണും. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? എന്ത് കാര്യത്തിനും മെറിറ്റ്സും ഉണ്ടാവും, ഡിമെറിറ്റ്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഫോർ ഹാവിങ് എ പേജ് ഓർ ഐ ഡി ഇൻ ഫേസ്ബുക്ക് ഇസ് നോട്ട് എ ക്രൈം, ബട്ട് ഹൗ യു യൂസിങ് ഇറ്റ്, അവിടെയാണ് ഇതിലെ കാര്യം ഇരിക്കുന്നത്. അതിലൊത്തിരി കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് യു ഹാവ് ടു know more about it. So merits of social networking sites. First of all, we're going to talk about merits of social networking. Major uses of social networking are listed below. Easier to connect with people. It is easier to connect with people from all across the world on social networking site, which otherwise is very difficult in real time. Real time നമുക്ക് ഈ ലോകത്തുള്ള പലരുമായിട്ടൊന്നും അങ്ങനെ അറിയാൻ പോലും പറ്റില്ല. ഇങ്ങനെയാണ് ഇപ്പോൾ എന്താ പറയുക, ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നവരുണ്ട്. വേറെ രാജ്യങ്ങളിലുള്ള ആളുകളെ. അത് ഒരു പക്ഷേ ഒരു കാര്യത്തെ പറ്റിയുള്ള അവരുടെ വ്യൂ സെയിം ആയിട്ടുള്ള അവരുടെ വ്യൂ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരത് അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതും അവർ തമ്മിൽ പുതിയ ആളുകളെ അറിയാനായിട്ട് പറ്റുന്നത്. നമ്മുടെ വ്യൂ ആയിരിക്കും മറ്റൊരാൾക്കുണ്ടാവും. അങ്ങനെ സെയിം വ്യൂ ഉള്ള ആളുകളൊക്കെ ഈ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടാനും പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനും ഒക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. ഇപ്പോൾ ഫേസ്ബുക്ക് ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ യു. അപ്പോൾ അവർക്കത് പറ്റുന്നുണ്ട്. പുതിയ ആളുകളെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെ നടക്കുമോ? ഇപ്പം എനിക്ക് ഫേസ്ബുക്കില്ല, യാതൊരു വിധത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റും ഇല്ല. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ മീ ടു മേക്ക് എ ഫ്രണ്ട് ഫ്രം another continent? No, there is no chance. It is almost impossible for me to make another friend from another continent if I'm not using any social networking site. ഞാനൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റോ ഇൻ്റർനെറ്റോ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ it is not possible for me to make a friend from another country. വേറൊരു രാജ്യത്തിലുള്ള ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഫേസ്ബുക്ക് വഴിയോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ദേ, ബട്ട് ഐ ക്യാൻ മേക്ക് ഫ്രണ്ട്സ്. എനിക്ക് വേറൊരു രാജ്യത്ത്, ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ടിനെ വേണമെന്ന് വിചാരിച്ചുണ്ടാക്കുന്നതല്ല. ഇപ്പോൾ നമ്മുടെ ഒരു വ്യൂ വഴി ഇപ്പോൾ ഫ്രണ്ടിനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉപയോഗിച്ച്. ദാറ്റ്സ് എ മെറിറ്റ്. Easy to hold discussions and collect opinion. With social networking, conducting discussions and collecting view or opinions on anything has become easier, as you can post the topic on social networking site and invite people to post their view or option about it. അപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത് ഒത്തിരി ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് പറയാണ്, എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നമ്മളുടെ ഒരു ഒപ്പീനിയൻ വീട്ടിലിരുന്ന് ഇങ്ങനെ പറയാം, എനിക്കതിനെപ്പറ്റി അങ്ങനെയാണ് പറയാനുള്ളത്. ആര് കേൾക്കും? അടുത്താരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കും, അല്ലാണ്ട് വേറെ ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് saying it yourself, you are posting that view on social networking site and ഒത്തിരി പേരത് കാണും. അപ്പോൾ പലരും അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആളുകളുടെ വ്യൂ എന്താണ്? നമുക്ക് പോളൊക്കെ ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മളൊരു പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ശതമാനം ആൾക്കാർ അതിനെ അനുകൂലിക്കുന്നു, നമ്മളിടുന്ന ടോപ്പിക്കിനെ പറ്റി. അല്ലെങ്കിൽ ടോപ്പിക്കിനെ അനുകൂലിക്കുന്നവർ എത്ര പേരുണ്ട്, പ്രതികൂലിക്കുന്നവർ എത്ര പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ റിട്രീവൽ ഈസ് വെരി ഈസി
in social networking site. And interactive involvement. Social networking provides interactive involvement with other people. With social networking and the internet in general, correspondence to virtually anyone from anywhere is possible. Interactive involvement. നമുക്ക് എന്തെങ്കിലും ഇൻറ്ററാക്ട് ചെയ്യാൻ ഇൻവോൾവ് ചെയ്യാനും പറ്റും എവിടെ ഇരുന്നും. ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമുക്ക് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആകാനും, അല്ലെങ്കിൽ അത് ഒരു കാര്യത്തെപ്പറ്റി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങളൊരു പോസ്റ്റ് എന്തിനെങ്കിലും പറ്റി പോസ്റ്റ് ചെയ്യണം, ഇപ്പോൾ ഡീഫോറസ്റ്റേഷനെ പറ്റി നല്ലത് നിങ്ങളിടുന്നു. അതായത് ഡീഫോറസ്റ്റേഷൻ ഒരിക്കലും ശരിയല്ല, അല്ലെങ്കിൽ അങ്ങ് നമ്മൾ ഒത്തിരി മരങ്ങളെ വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം, പ്രതികൂലിക്കുന്നവരുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ആരെങ്കിലുമൊക്കെ പ്രതികൂലിച്ചെന്നും ഇരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ വ്യൂ അതിൽ, അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഡീഫോറസ്റ്റേഷൻ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഞാനത് കാണാനിടയായി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അമേരിക്കയിലാണോ ഉഗാണ്ടയിലാണോ എവിടെ ഇരുന്നാലും അതിൻ്റെ അകത്തേക്ക് എൻ്റേതായ സംഭാവനകൾ നൽകാൻ പറ്റും. ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് എനിക്കതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ എന്തുകൊണ്ടാണ്? ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉള്ളത് കൊണ്ട്. അതർവൈസ് എനിക്കത് അങ്ങനൊരു സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പോലും ഞാൻ അറിയില്ല, വേറൊരു രാജ്യത്താണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇതും എന്താണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൻ്റെ ഒരു ഗുഡ് തിങ് ആണ്. ആൻഡ് ബ്രിങ്സ് മോർ അവെയർനെസ്. Interactive involvement even reaches as far putting children and teens under the spotlight for discussing and participating in online and social networking forums for issue that concerns them. It helps them improving the world awareness. അപ്പം അവെയർനെസ്, എന്തിനെ പറ്റിയുമുള്ള അവെയർനെസ്, പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല കോണിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് പല കാര്യങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് നമ്മളിൽ കൂട്ടുന്നുണ്ട്. And that's also a good thing about social networking. And coming to the demerits of social networking sites. With a boom in social networking, a few ill practices have seeped into the system, and the user should be aware of this in order to avoid unnecessary pitfalls. Here is a list of common misuses that user must be aware of. ഇതാണ് മിസ്യൂസ്. അതാണ് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്തും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ we don't have to worry about anything, but when you misuse it, you have to worry about that. അപ്പോൾ first, misusing the data information posted by innocent users. Misusing the data information posted by innocent users. Innocent users എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when you bump into some social networking site, you are not really aware of these things, and when you stumbled upon this kind of social networking site, out of curiosity you will make profile, you will give what they ask. അങ്ങനെയുള്ള എന്താ പറയുക, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഓർക്കുട്ട് എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ യു യൂസ് ടു ഓർക്കുട്ട് എന്ന് പറയുന്ന സാധനമായിരുന്നു നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് എന്ന് തോന്നുന്നു. ഡിഗ്രി അല്ല, അതിന് മുന്നേ +1 +2 ആ സമയത്ത് ഇതാണ് ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഫേസ്ബുക്ക് വന്നത്. അപ്പോൾ ഫേസ്ബുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ എന്താണ്, സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്തായിരിക്കും അത് എന്നത് തോന്നുന്നു. നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതിന് പുറത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓർക്കുട്ട് നിന്ന് പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒത്തിരി ഫേക്ക് പ്രൊഫൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഓർക്കുട്ട് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇല്ല. അതിനെയൊക്കെ മാറ്റി അതിനെ റിപ്ലേസ് ചെയ്തു ഫേസ്ബുക്ക് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ മിസ്യൂസിങ് ദ ഡേറ്റ ഇൻഫർമേഷൻ പോസ്റ്റഡ് ബൈ ഇന്നസെൻറ്റ് യൂസേഴ്സ്. അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻ അവർ ചോദിക്കുന്നത് മാൻഡേറ്ററി അല്ലാത്തതും മാൻഡേറ്ററി ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റാർ വെച്ചിട്ടായിരിക്കും മിക്കതും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാൻഡേറ്ററിയാണ്, നമ്മുടെ പേര് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അതിൽ മാൻഡേറ്ററി അല്ലാത്ത കാര്യങ്ങളുണ്ട്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ നമുക്ക് പബ്ലിക്കിനെ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പറൊന്നും മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും പലർക്കും അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് ഇപ്പോൾ ഒരാളുടെ മൊബൈൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം,
ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ നമ്പർ കിട്ടി. ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തിലെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, ഒരു ആമസോണിലൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഫോർ ഓത്തറൈസിങ് ദാറ്റ് മൊബൈൽ നമ്പർ ബിലോങ്സ് ടു യു, യു ഹാവ് ടു ഗീവ് ദ OTP വൈൽ ക്രിയേറ്റിംഗ് ദാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫോൺ നമ്പർ, ഇപ്പോൾ നിങ്ങളൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ തുടങ്ങി, നിങ്ങൾ അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, നിങ്ങളൊന്നും ചേഞ്ച് ചെയ്തില്ല. ഇപ്പം ഞാനൊരു ഹാക്കറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹാക്കറല്ല, ഞാനങ്ങനെ ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ എടുത്തിട്ട് ഞാൻ ആമസോണിലൊരു അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് എനിക്ക് OTP കിട്ടണം. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു OTP വരും ഫോർ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ കംപ്ലീഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ OTP എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ എനിക്ക് OTP പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആമസോണിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റേതായ, ഇപ്പോൾ ആമസോണിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, വേറെ എന്തെങ്കിലും അക്കൗണ്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഫേക്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ ഇന്നസെൻറ്റ് യൂസേഴ്സിൻ്റെ ഡേറ്റയെ എടുത്ത് എനിക്കങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വരുന്ന പ്രശ്നങ്ങൾ ആർക്കായിരിക്കും? നിങ്ങൾക്കായിരിക്കും. അപ്പോൾ വാട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, യു ഡോണ്ട് ഹാവ് ടു ഷെയർ എനിത്തിങ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യരുത്. ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യുക, അല്ലാത്തത് പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യുക. ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, പല കാര്യങ്ങളും ഫേസ്ബുക്കിലും ഒക്കെ വരും. ഇതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അതിൻ്റെ ഒന്നും അത് ജെനുവിനാണോ അല്ലയോ എന്ന് പോലും അറിയാതെ തന്നെ ആളുകൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് ഒത്തിരി ആളുകൾ ഇത് കാണും. ഒത്തിരി ആളുകൾ ഈ ഒരു കാഴ്ചയിലൂടെ അവരുടെ പെർസ്പെക്റ്റീവ് മാറും. അത് ശരിയാണോ തെറ്റാണോ എന്നതിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഇത് വരുമ്പോൾ തന്നെ ഷെയർ ചെയ്യുക, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ വളരെ കൂടുതലാണ്. ചുമ്മാ ഒരാൾ ഒരു സാധനം ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഷെയർ ചെയ്ത് പോവുക, അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ. അപ്പോൾ അതൊരു ഡീമെറിറ്റാണ്. ഫേക്ക് പ്രൊഫൈൽസ്. ദർ ആർ numerous fake profiles in these sites. Orkut lost its credibility mainly due to the growing use of such profiles. നമുക്ക് ഒത്തിരി ഫേക്ക് പ്രൊഫൈൽസ്. ഇപ്പം അവരവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയിലല്ലാതെ മറ്റു ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാക്കി മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫേക്ക് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് നമുക്കറിയാതെ പോകുന്നതും ഇതിൻ്റെ ഒരു ഡീമെറിറ്റാണ്. ബുള്ളിയിങ് ആൻഡ് ട്രോളിങ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. With growing use of social networking sites, undesirable elements have crept up who resort to needless bullying, defamation, harmful commenting, and pranks and persecute hapless, innocent victims and pages. Such practices cause emotional trauma for both the victim and the bully. ബുള്ളിങ് ആൻഡ് ട്രോളിങ്. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഫേക്ക് പ്രൊഫൈൽ വെച്ചിട്ടായിരിക്കും ഇവരിതൊക്കെ ചെയ്യുന്നത്. ട്രോൾ ചെയ്യുന്നതും ബുള്ളിങ് ചെയ്യുന്നതും ഒക്കെ ഫേക്ക് പ്രൊഫൈലായിരിക്കും. ഫസ്റ്റ് അവരെന്ത് ചെയ്യും, ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വെച്ചിട്ട് എൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ മോശമായിട്ട് ഒരാളുടെ ഇടയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഫേക്ക് അക്കൗണ്ട് ആളുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരിട്ട് അതിനെ ഫേസ് ചെയ്യാൻ ഗട്ട്സ് ഇല്ലാത്തവരെന്ത് ചെയ്യും, ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയാൽ എല്ലാം നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കരുത്. വി ക്യാൻ ട്രാക്ക് ഡൗൺ. ഇപ്പോൾ ഏത് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ട്രാക്ക് ചെയ്ത് അത് ആരുടെയാണ് അക്കൗണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബുള്ളിങ് ആൻഡ് ട്രോളിങ് അതിനൊക്കെ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ട്രോളിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ എന്തെങ്കിലും മോശമായിട്ടും ഒക്കെ വിമർശിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ആക്ഷേപഹാസ്യ രീതിയിലേക്ക് ട്രോളിങ് വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു ലിമിറ്റ് വിട്ട് പല രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊന്നും ഒറിജിനൽ പ്രൊഫൈലിലുള്ളവരായിരിക്കില്ല. അതൊക്കെ ഫേക്ക് പ്രൊഫൈൽസിലായിരിക്കും ഇത് ചെയ്യാം. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ ട്രാക്ക് ചെയ്ത് ഇത് ആരാണെന്നുള്ള കാര്യം സെർച്ച് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഡോണ്ട് ഡു ദാറ്റ്. Peer pressure.
In order to fit under peer pressure, often people lie or put exaggerated information about them. Experts say that a majority of the profiles on social networking sites are actually either less than or greater than, but never equal to what they portray. This leads to consequences born out of jealousy and harmful reactions. ഇപ്പോൾ പീ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു നമ്മുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിലുള്ള കുറേ കൂട്ടുകാരുണ്ട്. അവർക്ക് ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ അവർക്ക് ബൈക്കുണ്ട്, അല്ലെങ്കിൽ എന്താ ബൈക്കുള്ള ഗ്യാങ്ങാണ് അവർ. അപ്പോൾ ബൈക്കുള്ളവരെ അവർ കൂട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഗ്യാങ്ങിൽ കൂടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? എനിക്ക് ബൈക്കുണ്ട്, എൻ്റെ വീട്ടിൽ ബൈക്കുണ്ട്, ഞാൻ ബൈക്ക് ഒരു 10 വർഷമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ബൈക്ക് അറിയാം, ബൈക്ക് ഓടിക്കാൻ അറിയാം, ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്യാം, അങ്ങനെ ഞങ്ങൾ എക്സാജുറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഗ്രൂപ്പിൽ ചേരാനായിട്ട് ശ്രമിക്കും. അതിനെയാണ് എന്ത് പിയർ പ്രഷർ എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഒരു പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരാൻ പറഞ്ഞിട്ടല്ല, അവരിൽ ചേരണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കള്ളം പറഞ്ഞും കാര്യങ്ങൾ എക്സാജുറേറ്റ് ചെയ്തും കാണിക്കും. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ നമ്മൾ കാണുന്നത് ഒന്നെങ്കിൽ എന്താ പറയുക, ഓരോ പ്രൊഫൈലിലും കാണുന്നത് ഒരിക്കലും ഈക്വലായിട്ടുള്ള, ശരിക്കും ഉള്ളതായിരിക്കില്ല. ഒന്നെങ്കിൽ അതിൽ കൂടുതൽ അവർക്കുണ്ടാകും, അല്ലെങ്കിൽ അതിൽ കുറവുള്ളതിനെ എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കും. ഒരിക്കലും ഈക്വലായിട്ട് കാണില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇറസ്പോൺസിബിൾ ബിഹേവിയർ. Many users believe that they cannot be held responsible for anything they do or say on the social networking. അത് മറ്റൊരു മിസ്ബിലീവാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ എന്ത് പറഞ്ഞാലും അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. നമ്മളൊരു ജാതിസ്പൃത പരത്തുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വിടുന്നു എന്നിട്ട് ഞാനതിന് റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷെ നിങ്ങളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളായിട്ട് ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൽ എന്ത് ചെയ്താലും അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ നിങ്ങൾ തന്നെയാണ്. ഓൺലൈനിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഇറ്റ് വിൽ ബി മോണിറ്റേർഡ്. ഇറ്റ് ഓൾവേസ് ബീൻ മോണിറ്ററിങ് ആൻഡ് ഇറ്റ് ഈസ് മോണിറ്റേർഡ്. ഓൺലൈനിൽ എന്ത് ചെയ്താലും ചുമ്മാ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആരും അറിയാതെ ചെയ്യുന്നതാണ്, ബട്ട് എല്ലാം മോണിറ്റേർഡാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കുക. പിന്നെ അറ്റൻഷൻ സീക്കിംഗ് ഡിസോർഡർ ആൻഡ് അഡിക്ഷൻ. ഈ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്, ഫേസ്ബുക്കൊക്കെ ഒരിടയ്ക്ക് എന്താ പറയുക, കുട്ടികൾ അതിന് ലൈക്കിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും, പിന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ, ഒരു സെലിബ്രിറ്റി ആവാനുള്ള അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ അഡിക്റ്റഡ് ആവുന്നതിന് ഒരു എന്താ പറയുക, ഫുൾ ടൈം ഇതിൽ നോക്കിക്കുക, ഫോണോമേനിയാക്ക് ഒക്കെ ആകുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വശം, ഡീമെറിറ്റ്സ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ്. സോ ഇതൊക്കെയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. മെറിറ്റിനേക്കാൾ ഉപരി ഡീമെറിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോടും പറയുക. പിന്നെ കാര്യങ്ങളുണ്ട്, എന്ത് ഓൺലൈനിൽ ചെയ്താലും എല്ലാം നോട്ടഡാണ്. ഒരിക്കലും ഓൺലൈനിൽ ചുമ്മാ ഒന്നും എന്തൊക്കെ എൻക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും വേറൊരാൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. So that's all about the merits and demerits of social networking sites. I want you to read this portion 2 times at least.